വയനാട്ടിൽ 163 വിദ്യാർത്ഥികൾ ഷിഗല്ല രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. 443 വിദ്യാർത്ഥികളെ പല ദിവസങ്ങളിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. മാർ ബസേലിയോസ് AUP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും ക്ലോറിനേഷന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. 2 വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ടി സിദ്ദിഖ്. ഈ ഇടത്തുള്ളതായ മുഴുവൻ, ഈയിടത്ത് മാത്രമല്ല, അനുബന്ധ കാര്യങ്ങൾ പറയാം, മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും. കോളിയാടി സ്കൂളിലാണ് സംഭവം. കോളിയാടി സ്കൂളിലേക്ക് ഇത് എഫക്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 400-ൽ പരം കുട്ടികൾ, അല്ല 400-ൽ പരം കുട്ടികൾ ഇതിന്റെ സിംറ്റംസുമായിട്ട് വന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളത് പരിശോധിക്കാനുള്ളതായിരിക്കുന്ന പരമാവധി സംവിധാനം ആരോഗ്യവകുപ്പ് ഈ കുട്ടികളുമായിട്ട് സംസാരിച്ച് ആരോഗ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരോട് സംസാരിച്ചെടുക്കട്ടെ. ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പല VIP-കളും തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ ഛർദിയും വയറിളക്കവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണവും സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തണം. കാളിദാസൻ ദേവദത്തം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കാളിദാസൻ, ഇത് കൂടുതൽ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണല്ലോ വയനാട്ടിലുള്ളത്. ഷിഗല്ല രോഗലക്ഷണങ്ങളോടുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണം, അതോടൊപ്പം ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുകയും വേണം. അതിനെല്ലാം വേണ്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണോ സർക്കാർ? അതാണോ മന്ത്രിമാരായ ടി സിദ്ദിഖും കെ മുരളീധരനും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഉടനടി സർക്കാർ ചെയ്യാൻ പോകുന്നത്? GK, പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് രാവിലെ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് പ്രാരംഭഘട്ടം എന്നോണം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കിണറുകളെല്ലാം ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം 400-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ രോഗലക്ഷണമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കാണിച്ച കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയും കുടിവെള്ള സ്രോതസ്സുകളും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം 68 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ചികിത്സയിൽ, രോഗലക്ഷണങ്ങളോടെ ബത്തേരിയിൽ ചികിത്സയിലുള്ളത്. അത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികളുള്ളത്. 26 വിദ്യാർത്ഥികളാണ് അവിടെയുള്ളത്. ബാക്കി 42 പേർ മറ്റ് സ്വകാര്യ ആശുപത്രികളിലാണ്. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ട ചികിത്സകളൊക്കെ കൃത്യം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 14 പേർക്ക് കൂടി പുതുതായി രോഗലക്ഷണങ്ങൾ കണ്ടെത്തി എന്നുള്ളതും കൂടിയാണ്. മാർ ബസേലിയോസ് AUP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിരീക്ഷണത്തിലാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും അധികം കുട്ടികൾ രോഗലക്ഷണങ്ങളോടെ എത്തിയത്. ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച 2 കുട്ടികളും അതേ സ്കൂളിൽ തന്നെയുള്ളതാണ്. 19 സാമ്പിളുകൾ കൂടി അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. അപ്പോൾ അത് അധികം വൈകാതെ തന്നെ അതിന്റെ ഫലം കൂടി എത്തിയ ശേഷം കൂടുതൽ ശക്തമായ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ് DMOയും ഒക്കെ തന്നെ ഉന്നതതല യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. അതോടൊപ്പം സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം പെരുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അടക്കം നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ വൃത്തിയില്ലാത്ത തട്ടുകളൊക്കെ അടച്ചുപൂട്ടണമെന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇനി സാമ്പിളിന് അയച്ച പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ശരി, കാളിദാസൻ ദേവദത്തം ആണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ഷിഗല്ല രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിൽ. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ 2 മന്ത്രിമാർ നൽകിയിരിക്കുന്നത്, ടി സിദ്ദിഖും കെ മുരളീധരനും. കാളിദാസൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.